ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം 220 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. യെശയ്യാ പ്രവചനത്തിലെ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ തന്റെ മഹത്വകരമായ ഭരണം വരെയും പ്രവചിച്ചത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ മഹത്വകരമായ ഭരണത്തിലേക്ക് നമുക്ക് വരാം. യെശയ്യാ പ്രവചനം 11 അധ്യായം അതിന്റെ 6 വാക്യം മുതൽ വായിക്കുമ്പോൾ സഹസ്രാബ്ദ യുഗത്തിൽ അല്ലെങ്കിൽ 1000 ആണ്ടിൽ നടക്കുന്ന കാര്യമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ക്രൈസ്തവ ഗോളത്തില് ഒരു ചെറിയ കൂട്ടം ആളുകൾ 1000 ആണ്ടൊന്നുമില്ല അല്ലെങ്കിൽ സഹസ്രാബ്ദം ഒന്നുമില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, പറയുന്നവരുണ്ട്. ഇപ്പൊ എത്ര പഠിപ്പിച്ചാലും എത്ര പ്രസംഗിച്ചാലും ബൈബിൾ വെളിപ്പാട് പുസ്തകത്തിലും അതുപോലെ യെശയ്യാ പ്രവചനത്തിലും ശരിയാമെന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാം വിവരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും ഏറ്റവും പ്രധാനമായ കാര്യം മാത്രം പറയാൻ താല്പര്യപ്പെടുന്നു. 11 അധ്യായം 6 വാക്യം ഇത് 1000 ആണ്ടിൽ നടക്കുന്ന സഹസ്രാബ്ദ യുഗത്തിൽ നടക്കുന്ന സംഭവമാണെന്ന് തെളിയിക്കുന്നു. അതിൽ 6 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ചെന്നായി കുഞ്ഞാടോട് പാർക്കും. നടക്കുന്ന കാര്യമാണ് ഇപ്പം. ചെന്ന കുഞ്ഞാടിനെ കണ്ടാൽ കുഞ്ഞാട് ഇവനെ ഭൂമി കാണിയേല. പക്ഷെ അവിടെ പറയുന്നത് ഒരുമിച്ച് താമസിക്കും എന്നാണ് പറയുന്നത്. പുള്ളിപ്പൊലിയും കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഇന്ന് ഇത് ഈ മൃഗങ്ങളുടെ പേര് പറഞ്ഞല്ലോ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായ മൃഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മാംസഭോജികളായിരിക്കുന്ന മൃഗത്തിന്റെ മുമ്പിൽ സസ്യഭോജികളായിരിക്കുന്ന മൃഗങ്ങളെ കണ്ടാൽ ജീവനോടെ വിടുകയില്ല, അതിനെ കടിച്ചു കൊന്നിരിക്കും. എന്നാൽ നമ്മുടെ കർത്താവിന്റെ ഭരണകാലത്തെ സംഭവിക്കുന്ന കാര്യം മനസ്സിലാക്കണം. ആ ഭരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭരണമാണ്. ഈ ഭരണത്തിനകത്ത് മാനുഷികമായ ഒന്നുമില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ ദൈവാധിപത്യ ഭരണം ആയിരിക്കും എന്നും കൂടെ ഓർപ്പിക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്നപോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണയുടെ പൊത്തിൽ കൈയിടും. ഏറ്റവും വിഷമുള്ളതായ ഒരു പാമ്പാണ് അണലി. കടിക്കുകയില്ല, കടിച്ചാലും വിഷം ഉണ്ടാകുകയില്ല. കാരണം എന്ത്? ദൈവമാ ഭരിക്കുന്നത്. ഇനി നമ്മളെ ആ കാലയളവിൽ ഒരു സിംഹമോ കരടിയോ പുലിയോ മൃഗങ്ങളെ ആക്രമിക്കാതെ പശു പുല്ല് തിന്നുന്ന പോലെയും കാള പുല്ല് തിന്നുന്ന പോലെയും ഇതുങ്ങളെല്ലാം സസ്യഭുക്കായിട്ട് മാറ്റപ്പെടുത്തും. ആ ദൈവത്തിനെ കഴിയുകയുള്ളൂ. ഇത് പറയുമ്പോഴേ കേൾക്കാനായിട്ട് ഒരുപാട് ആളുകൾക്ക് ഇതൊരു വിചിത്രമായിരിക്കാം. നടക്കുമോ? നടന്നിരിക്കും. കാരണം ബൈബിൾ സത്യമായതുകൊണ്ട് ഈ പറയുന്നതെല്ലാം നടന്നിരിക്കും. വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുന്നില്ല. യെശയ്യാ എന്ന പ്രവാചകന്റെ എന്റെ ക്ലാസിന്റെ
ചില വാക്കുകൂടെ പറഞ്ഞ് യെശയ്യാ പ്രവചനത്തിന്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. തുടരും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ബൈബിളിലെ 23-ാമത്തെ പുസ്തകമാണ് യെശയ്യാ പ്രവചനം. 66 അധ്യായങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. 1292 വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. നിവൃത്തിയായ പ്രവചനങ്ങൾ, കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കാലയളവിൽ നിവൃത്തിയായ പ്രവചനങ്ങൾ 395 പ്രവചനങ്ങളുണ്ട്. ഇനിയും മുന്നറിയിപ്പുകളുണ്ട്. വരാൻ പോകുന്ന സംഭവത്തിൽ നിന്ന് നിങ്ങൾ മാറണം. മുന്നറിയിപ്പ്. നമ്മൾ പലപ്പോഴും റോഡിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുന്നറിയിപ്പ്, റോഡ് വീതി കുറവാണ്, വളവുണ്ട്, മുന്നറിയിപ്പ് എന്നതുപോലെ ഈ ബൈബിളില് 1313 മുന്നറിയിപ്പുകളുണ്ട്. ചെയ്യരുതേ, പോകരുതേ. ചരിത്രപരമായ ചരിത്രങ്ങള് ആ കാര്യങ്ങള് ചരിത്രങ്ങളെ 273 വാക്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ആ കാലത്തെ സംഭവങ്ങളെ, ചരിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ. ഇനിയും 190 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട്. 190 ചോദ്യങ്ങൾ. ഇനിയും അതുകൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നെയോ വാഗ്ദത്തം, 120 വാഗ്ദത്തം യെശയ്യാ പ്രവചനത്തിൽ ദൈവമക്കളുടെ ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 365 വാഗ്ദത്തം ബൈബിളിൽ ഉടനീളം ഉണ്ടെന്നാണ് നാം കണക്ക് കൂട്ടുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഓരോ ദിവസവും ദൈവമക്കൾക്ക് ഓരോ വാഗ്ദത്തങ്ങളുണ്ട്. ഓരോ ദിവസവും ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. നാം ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ, വാഗ്ദത്തങ്ങൾ ഉണ്ട്. ഇനിയും ഇതിനകത്ത് 71 ദൈവത്തിൽ നിന്നും പ്രത്യേക ദൂതുകളുണ്ട്. ദൈവത്തിൽ നിന്നും പ്രത്യേകമായ 71 ദൂതുകളുണ്ട്. യെശയ്യാ പ്രവചനത്തിന്റെ ക്ലാസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നീണ്ട നാളും നമ്മള് പഠിച്ചാല് യെശയ്യാ പ്രവചനത്തെ ക്ലാസ് തീരുകയുള്ളൂ. അതൊന്നും അല്പസമയം കൊണ്ട് എനിക്ക് പറഞ്ഞ് തീർക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും എനിക്ക് ലഭിച്ച ദൈവകൃപ അനുസരിച്ച് നിങ്ങളുമായി പങ്കുചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഓർപ്പിക്കുന്ന ഒരു വിഷയമാണ്. എൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് പൊന്തി വരുന്ന കാര്യമാണ്. ഭാരതത്തില് ഒരു വലിയ ഉണർവുണ്ടാകാൻ വേണ്ടി ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ആ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസിന്റെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ എടുക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ വരവേറ്റെടുത്തിരിക്കുന്നു. പോകുവാൻ ഒരുങ്ങുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.